തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണോ സി പി എമ്മിൻ്റെ ദേവസ്വം മന്ത്രി? എന്താണ് സാർ ഈ ദേവസ്വം മന്ത്രി പൂരത്തിൽ മതചിഹ്നങ്ങളൊന്നും പാടില്ല എന്ന് തിട്ടൂരമിറക്കാൻ കാരണം? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. ഇതൊക്കെ മര്യാദയ്ക്ക് നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ. കൃത്യമായിട്ട് 48 മണിക്കൂർ നീളുന്നതാണ് ഈ പൂരം എന്ന് പറയുന്നത്. രാത്രിയും പകലും ഒരുപോലെ അല്ലേ? അതെ. ചെറുഘടകങ്ങളെത്തുന്നു, ഘടകപൂരങ്ങളെത്തുന്നു, മഠത്തിൽ വരവ്, ഇലഞ്ഞിത്തറമേളം, കുടമാറ്റം, വെടിക്കെട്ട്, പകൽപൂരം, ഉപചാരം ചൊല്ലി പിരിയൽ. 48 മണിക്കൂറാണ്. അവിടെ എല്ലാ വിഭാഗത്തിലുള്ളവരും എത്തും, എല്ലാ വിഭാഗത്തിലും. അതായത് ആനപ്രേമികളും മേളപ്രേമികളും ഒത്തുചേരുന്ന ഇടമാണ് പൂരം എന്ന് പറയുന്നത്. അവിടെ തേക്കങ്കാട് മൈതാനിയിൽ എത്തുന്ന ഏതൊരുവൻ്റെയും കൈകൾ മുകളിലോട്ട് ചലിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ആ താളത്തിനനുസരിച്ച് താളബോധമില്ലാത്ത കുറേ സഖാക്കന്മാരാണ് ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തെ കലക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ഒരു പ്രശാന്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു മൈക്ക് അനൗൺസ്മെൻറ്റും ഒന്നുമില്ല. അടുത്തത് മഠത്തിൽ വരവാണ്, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് നിൽക്കുന്നവരെല്ലാം ഇപ്പുറത്തെ ഭാഗത്തോട്ട് മാറിക്കൊടുക്കണം, ഇങ്ങനെയുള്ളതൊന്നുമില്ല. അവിടെ അതിൻ്റെ ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയിൽ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അത് ആൾക്കൂട്ടമാണേലോ, അത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലുള്ള ആൾക്കൂട്ടമാണ്. കാരണം അത്രയും പേരെ ഉൾക്കൊള്ളാൻ തൃശ്ശൂർ തേക്കൻകാട് മൈതാനത്തിനും ഈ റൗണ്ടിനും കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ആൾക്കാരിങ്ങനെ ചെതറി അങ്ങനെ പൊക്കൊണ്ടിരിക്കും, അതിൽ ഒഴുകിപ്പോകും. അതുവഴി നടന്നു പോകുന്നവൻ്റെ മനസ്സിലും താളബോധവും ഒക്കെയാണ് നിൽക്കുന്നത്. അവന് ഓരോ ആനയെ കാണാൻ വേണ്ടി ഒക്കെ എത്തുകയാണ്. ആ സഹ്യൻ്റെ മകൻ അങ്ങനെ ഈ കുടകളൊക്കെ ഏന്തി നിൽക്കുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ. കുടമാറ്റത്തിൽ പല ചിഹ്നങ്ങളും വരും. ഇത് ഞാൻ ചോദിച്ചിട്ട് വടക്കുംനാഥൻ്റെ ആണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. അതെ, വടക്കുംനാഥൻ്റെ മുറ്റത്ത് വെച്ചാണ് ഇലഞ്ഞിത്തറമേളം. തെക്കോട്ടിറക്കം വടക്കുംനാഥൻ്റെ അടുക്കൽ നിന്നാണ് ഈ തെക്കോട്ടിറക്കം. എന്നിട്ടാണ് കുടമാറ്റത്തിന് തയ്യാറെടുക്കുന്നത്. അവിടെ പിന്നെ വടക്കുംനാഥൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ? വാസവനാണോ വടക്കുംനാഥന്? അപ്പം ഇനി നെറ്റിപ്പട്ടത്തിന് തിടം പേറ്റുമ്പോൾ അവിടെ വാസവന്റെ പടം വയ്ക്കുമോ? അതാണ് എൻ്റെ ഈ സംശയം. കാരണം പാറമേൽക്കാവ് ഭഗവതിയും തിരുവമ്പാടിയും വടക്കുംനാഥനും മുഖാമുഖം നിൽക്കുകയാണ്. അതെ, ഇവരുടെ എല്ലാം ബിംബങ്ങൾ അവിടെ. അത് മതചിഹ്നമല്ലേ? എനിക്ക് അറിയില്ല. നാളെ പുലർച്ചെ കണിമംഗല ശാസ്താവിന്റെ വരവോടുകൂടിയാണ് ആദ്യം തുടങ്ങുന്നത്. 12 ചെറുഘടക പൂരങ്ങൾ അവിടേക്ക് എത്തും. അവിടെ എത്തുന്നതൊക്കെ ഇപ്പൊ കണിമംഗല ശാസ്താവ് വരുമ്പോൾ ആ ശാസ്താവിന്റെ തിടമ്പുമായിട്ടല്ലേ വരുന്നത്. ഇത് എന്ത് കാര്യമാണ് ഇവർ ഈ പറയുന്നത്? ഒരു ഇതൊരു മതസൗഹാർദ്ദമായിട്ട് തന്നെയല്ലേ ഇവർ എടുക്കണ്ടേ? നമ്മൾ വലിയ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ്, ഫാസിസത്തെ എതിർക്കുന്നവരാണ് എന്നൊക്കെ വീമ്പളക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. എന്നിട്ട് ഇവർക്കെന്താ ഇതിനകത്ത് അസഹിഷ്ണുത വരാൻ കാര്യം? അത് സാർ, ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, കഴിഞ്ഞ വർഷം പൂരത്തിനിടയ്ക്ക് ഈ കോദണ്ഡപാണിയായ കോദണ്ഡ വില്ലെടുത്ത ശ്രീരാമൻ്റെ ഒരു ചിത്രം അവിടെ ഉയർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇത് ഉയർത്തിയിരുന്നു അവിടെ. അപ്പോൾ അത് ഈ അയോധ്യയിലെ പ്രതിഷ്ഠ കോദണ്ഡരാമനാണല്ലോ, ഈ വില്ലേന്തിയ രാമനാണല്ലോ. രാവണനുമായിട്ട് യുദ്ധസജ്ജനായി നിൽക്കുന്ന കോദണ്ഡ വില്ലെടുത്തിരിക്കുന്ന ദേവകൾ സമ്മാനിച്ചതാണ് കോദണ്ഡ വില്ല്. ആ വില്ലെടുത്ത് നിൽക്കുന്ന രാമൻ്റെ ചിത്രം അവിടെ ഉയർത്തി. അതാണ് ഇപ്പോൾ ഇവരെ വലിയ രീതിയിൽ ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വാസവന് കുരു പൊട്ടാൻ കാര്യം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇതുപോലെ ശ്രീരാമനെയോ വടക്കുംനാഥനെയോ ഒന്നും തന്നെ അവിടെ ഉയർത്തിക്കാട്ടാൻ പാടില്ലെന്നാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്കാണോ അവർ പോകുന്നത്? അങ്ങനെ ഇപ്പം ഞാൻ ചോദിച്ചിട്ട് വടക്കുംനാഥൻ്റെ മുറ്റത്തല്ലേ ഇതൊക്കെ നടക്കുന്നത്? സാർ, ഹിന്ദുക്കളുടെ ഉത്സവത്തിൽ ഹൈന്ദവ ചിഹ്നങ്ങളല്ലാതെ പിന്നെ എന്താണ് ഉപയോഗിക്കേണ്ടത്? അതുകൂടി മന്ത്രി ഒന്ന് പറഞ്ഞു തരണം.
അല്ല, അതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വടക്കുംനാഥന്റെ മുറ്റത്ത് വെച്ചാണ് നടക്കുന്നത്. ഉവ്വ്. അവിടെ ഇത് കാണാനും കേൾക്കാനും വരുന്നത് എല്ലാ മതസ്ഥരും വരുന്നുണ്ട്. അതെ അതെ അതെ. അവിടെ പിന്നെ നീ മുസൽമാനാണോ, ആ ഭേദമൊന്നും അവിടെ ഇല്ല. ക്രൈസ്തവ ഒന്നുമില്ല. അവരിലൊക്കെ തന്നെ നമുക്കറിയാം, തൃശ്ശൂരിൽ ധാരാളം ക്രൈസ്തവരുണ്ട്. അവരൊക്കെ നല്ല ഒന്നാം തരം മേളപ്രേമികളാണ്. അവര് പിന്നെ ചെണ്ടപ്പുറത്ത് കോലിടുമ്പോൾ അവിടെ ഒത്തുകൂടുന്നവരാണ്. അപ്പോൾ അവർക്കിതൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല. അവിടെ ഇന്ന തിടമ്പിൽ ഇന്നതാണ് എന്നുള്ളത് പോലും അവിടുത്തെ മുസൽമാനും അറിയാം, ക്രൈസ്തവനും അറിയാം. അത് കാണുന്നില്ലെങ്കിൽ അവർ ചോദിക്കും, ഇതെന്താണ് കാണുന്നില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താ ഇവർ മേളത്തിൽ ഒന്ന് പിഴച്ചാൽ കാണികൾ മൊത്തത്തിൽ പിഴപ്പിക്കും. അതെ, ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തെ പൂരം ഇത് പിണറായി വിജയൻ വന്ന് ഏതൊക്കെ തരത്തിൽ കേരളത്തിലെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ശബരിമല. ശബരിമല മലയാളക്കാരുടെ ഒരു ആത്മീയ ഔന്നത്യമാണ്. അതിനെ തകർക്കാൻ എല്ലാ ജാതി മത ഭേദമില്ലാതെ എല്ലാ മനുഷ്യർക്കും ചെന്നെത്താവുന്ന പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമാണ്. അതിനെ തകർക്കാൻ നോക്കിയില്ലേ? ഒരു 2 മാസത്തെ തീർത്ഥാടന കാലത്തില് കേരളത്തിൽ ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. ഇതിലൂടെ കേരളത്തിനുണ്ടാകുന്ന വരുമാനം, കേരളത്തിൻ്റെ വിപണി ഉണരുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതല്ല നോക്കുന്ന, ഉടനെ അതിനെ തകർക്കാനുള്ള സംവിധാനമാണ് ഇവർ നോക്കിയത്. അത് വേണ്ടത്ര ഏശിയില്ലെന്നുള്ളതാണ്. തൃശ്ശൂർ പൂരം ഒന്നും ഒരു പോലീസുകാരും അവിടെ ഇല്ലെങ്കിൽ പോലും അതങ്ങ് നടന്നോളൂ, അതിൻ്റെ ചിട്ടയായിട്ടങ്ങ് പോകും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നോക്കണം, ഈ കുടമാറ്റം നടക്കുമ്പോൾ തന്നെ പാറമേക്കാവും തിരുവമ്പാടി ഇങ്ങനെ നിൽക്കുകയല്ലേ, 2 വിഭാഗക്കാർ നിൽക്കുകയാണല്ലോ. ഇതിനിടയ്ക്കൊരു ജനസമുദ്രമാണ്. ഇത്രയും കാലമായിട്ടും യാതൊരു കുഴപ്പവുമില്ലാതെ ഭംഗിയായിട്ട് പോവുകയല്ലേ. ഇനി എന്താ, ഈ ശക്തൻ തമ്പുരാൻ്റെ പേരാണ് നമ്മൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കുന്നത്. ഇനി അത് മാറ്റിയിട്ട് വാസവന്റെ പ്രതിമ അവിടെ മിക്കവാറും വെക്കണമായിരിക്കുമല്ലേ. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വാസവനാണോ? വാസവൻ എന്തറിയാം പൂരത്തെപ്പറ്റി? വാസവൻ കോട്ടയത്തുകാരൻ. ഇതേപ്പറ്റി ഒന്നും അറിയാം. ശബരിമല പോയി നമ്മൾ കണ്ടതാണ്, ശ്രീകോവിലിന്റെ മുമ്പിൽ പ്രതിഷ്ഠിച്ചത്. അതെ, അത് മറ്റുള്ള ഭക്തർക്ക് തടസ്സമുണ്ട്. അല്ലാതെ പൊതുവേ ഈ ഇടതുപക്ഷക്കാർക്കെല്ലാം ഈ ഹൈന്ദവ ആരാധന ബിംബങ്ങളോട്, അല്ലെങ്കിൽ ഹൈന്ദവ മതചിഹ്നങ്ങളോട്, ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളോട് അവർക്ക് ഒരു വിപ്രതിപത്തി ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പം നാളെ നോക്കിക്കോ, VS സുനിൽകുമാറൊക്കെ അവിടെ നാളെ പൂരപ്പറമ്പിൽ തന്നെ ഉണ്ടാവും. ആ താളവും മേളത്തിനും അനുസരിച്ചൊക്കെ ഇങ്ങനെ നടക്കുകയായിരിക്കും ചെയ്യുന്നത്. അവരൊന്നും ഇതിനകത്ത് മതചിഹ്നമാണോ? അത് ഒന്നും നോക്കത്തില്ല. അവരവിടെ ഉയരുന്ന താളവും മേളവും, ആ മടത്തിൽ വരവും പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നശിപ്പിക്കുക യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇതിന് ഇല്ലാതായി പോകണമെന്നാണോ ഇവരുടെ ആഗ്രഹം? പണ്ട് പൂരം പൂരം ഇടയ്ക്കൊന്ന് ആദ്യകാലത്തൊന്ന് വിഭജിച്ചതല്ലേ, അതാണല്ലോ പിന്നെ ആറാട്ടുപുഴ പൂരമായിട്ട്. ശരിക്കും ഒറിജിനൽ പൂരം ആറാട്ടുപുഴയാണ്, പക്ഷെ പേര് തൃശ്ശൂർ പൂരത്തിന് കിട്ടിയെന്നുള്ളതാണ്. അപ്പം ഇനി ഇതിനെ തകർക്കണമെന്നുണ്ടോ? ഈ തൃശ്ശൂർ പൂരം എന്നൊക്കെ പറയുന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ളതാണ്. ലോകശ്രദ്ധ നേടിയ ഒന്നാണ്. അതിനെ തകർക്കണോ? അത് വളരെ കൃത്യമായിട്ട് പൊക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷമല്ലേ ഇവർ ഈ കുഴപ്പങ്ങൾ ഇത്രയും ഉണ്ടാക്കിയത്? പൂരങ്കലക്കി. ഇനി അത് വാസവൻ വേറൊരു തരത്തിൽ അതിനെ വഷളാക്കാൻ നോക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും ഈ പാറമേക്കാവും തിരുവമ്പാടി വിഭാഗവും ഒന്നും അവരായിട്ടും ഒരു തരത്തിലുള്ള മതസ്പർദ്ധ അവിടെ ഉണ്ടാക്കുകയോ മറ്റു മതത്തിനെതിരായിട്ടുള്ള പ്രവർത്തനമോ ഒന്നും നടത്തത്തില്ല. അവർ നിലവിലുള്ള ആചാര അനുഷ്ഠാന രീതികൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടത്തിപ്പോകും എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.